ഇന്നിപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് അവിടെ കടയിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇട്ടേക്കുന്നവരുടെ അവിടെ നടന്നു ചെന്നിട്ട് എന്തോ മറന്നു. ഉടനെ അവർ രണ്ടുകൂടെ എന്തൊക്കെ സംസാരിച്ചു. എന്നിട്ട് ഭർത്താവ് റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും മറ്റേ കടയിൽ ചെന്ന് ബാക്കി കിട്ടാത്തയാണോ വല്ലതും കൂടുതൽ മേടിക്കാനുണ്ടോ എന്തിനു പറയാനുണ്ടോ എന്നൊന്നും അറിയത്തില്ല. പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പതുക്കെ പുള്ളി തിരിച്ചു വരുന്നു, കാറിൽ കയറി പോകുന്നു. ഇവിടെ ഈ പെണ്ണുമ്പിള്ള വെയിലത്ത് കുറേ നേരം നിൽക്കുക. ഈ ചേട്ടന് അവരെ ആ കാറിനകത്ത് ഇരുത്തിയിട്ട് പോയി കൂടാന്നോ? അതൊന്ന് തുറന്ന് അതിനകത്ത് കയറി ഇരിക്കുക. സത്യത്തിൽ എ സിയും കൂടെ ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട് ഓണാക്കി വെച്ചിട്ടാണ് പോകേണ്ടത്. അല്ലാതെ ഞാൻ മറ്റേ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഇവിടുത്തെ ചില പുരുഷന്മാരുടെ ചില പ്രത്യേകതകളാണ്. മനസ്സിലായില്ലേ? ഏട്ടായി വന്ന് കയറുമ്പോൾ അങ്ങ് കയറിയാൽ മതി, അല്ലെങ്കിൽ ഏട്ടായിക്ക് വിശക്കുമ്പോഴാണ് തിന്നേണ്ടത്, ഏട്ടായി എ സി ഓണാക്കുമ്പോൾ ഓണാകത്തുള്ളൂ എന്നൊക്കെ പറയുന്ന മറ്റേ ഏതോ ഒരു ജീവിത സാഹചര്യമുള്ള ഏതോ കുടുംബത്തിലെ അംഗമാണെന്ന് തോന്നുന്നു. അവർ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര രസമാണ്. ചുരിദാറ്, പൊട്ട്, കുറി, കയ്യച്ചാരുടെ എല്ലാം ഉണ്ട് ഈ പെണ്ണുമ്പിള്ളയുടെ. ഭർത്താവാണേലും ഷർട്ട്, മുണ്ട് തേച്ച് വടി പോലെ. അപ്പോൾ അവർക്ക് ഹാപ്പിയാണ്, ഹാപ്പി മാരീഡ് ലൈഫാണ് കേട്ടോ. കുട്ടികളൊക്കെ കാണും ഉറപ്പാ, കുട്ടികളൊക്കെ പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആയി കാണും. എന്തല്ലേ, എന്താ അവർക്ക് ആ സെൻസ് വർക്ക് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ എ സി ഇട്ട് ഓണാക്കി 1 മണിക്കൂറൊന്നും ഞാൻ അങ്ങനെ വണ്ടിക്കകത്ത് ഒരാളെ ഇരുത്തുന്നതിന് പകരം പറയും ഇറങ്ങി കൂടെ പോര്, പുറത്തോട്ട് ഇറങ്ങിക്കോ, കുറച്ച് സമയം എടുക്കും, ആ കടയിൽ കയറി നിൽക്കാം എന്നൊക്കെ പറയാറുണ്ട് കൂട്ടുകാരാണെങ്കിൽ. അല്ലെങ്കിൽ അകത്ത് തന്നെ ഇരിക്കും. ഒരു 15-20 മിനിറ്റൊക്കെ വണ്ടി ഓണായിട്ട് എ സി ഇട്ടുകൊണ്ട് കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെങ്കിലും ഇല്ല, ടെക്നിക്കലി പ്രശ്നമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അത്രയും നേരമൊക്കെ അകത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ പിന്നെ പുറത്തോട്ട്, എന്നാൽ പിന്നെ വീട്ടിൽ ഇരുന്നൂടെ എന്നാലോചിക്കത്തില്ലേ? ഇതെന്ന് വെച്ചാൽ വെറും 5-10 മിനിറ്റൊക്കെ, 5 മിനിറ്റത്തെ പരിപാടിയുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും അതൊരു മാന്യത കാണിക്കാനുള്ള മാന്യത അയാൾക്കും ഇല്ല, അവർക്കും ഇല്ല. തുറക്ക് അത് തിരിക്കട്ടെ എന്ന് പറയാനുള്ളൊരു മാന്യത ആ സ്ത്രീക്കില്ല. ആ മാന്യത അവർ പഠിച്ചിട്ടില്ല. മറ്റേ ആൾക്ക് ആ അകത്ത് കയറി ഇരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മാന്യത ഇല്ല. ആ മാന്യത അയാൾ പഠിച്ചിട്ടില്ല. അത് എവിടെ നിന്നാണ് പഠിക്കുന്നത്? സ്കൂളിലൊന്നും പഠിക്കത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് ആലോചിച്ചാലേ ഇതിനകത്തുള്ള രസം, ഈ കംഫർട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ കംഫർട്ടബിൾ ആകുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒന്നാമത് ഞാനും കംഫർട്ടബിളാണ്, അവരും കംഫർട്ടബിളാണ്. നമ്മൾ കൂടുതൽ ഈ കംഫർട്ടിനെ പറ്റിയൊക്കെ അന്വേഷിച്ചാലേ മനസ്സിലാകത്തുള്ളത്. അല്ലാതെ പക്ഷേ ഇത് പിടികിട്ടത്തില്ല. ഈ നമ്മുടെ നാട്ടിലുള്ള മെയിൻ പ്രശ്നങ്ങളൊന്നും ഈ കംഫർട്ട് അറിയത്തില്ല ആളുകൾക്ക്. എവിടെ ആര് കംഫർട്ടബിൾ ആകുന്ന മറ്റേ അച്ചാർ വേണം, ഞാൻ ഇങ്ങനെ തൊട്ട് നക്കട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുതരം പേടിപ്പിക്കുന്ന രീതിയിൽ. കളിയാക്കി എന്ന് പറയാൻ പറ്റത്തില്ല, ഭയങ്കര ടോർച്ചർ ചെയ്യാൻ ഉദ്ദേശിച്ച്. ഇന്നലെ ഞാൻ ആറാട്ടനെ ഇരുന്ന് ചുമ്മാ ചീത്ത വിളിക്കുന്ന പോലെയൊക്കെ എന്താടാ മയിര്, എന്താടാ ആറാട്ടുമയിര് എന്നൊക്കെ ചോദിക്കുന്നൊരു വീഡിയോ ഇട്ടു. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതേ ആറാട്ടനെ പറ്റി കള്ളവാർത്ത വന്നപ്പോൾ ഇവരാരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ചുമ്മാ ഇങ്ങനെ ഒരു പ്രഹസനം, നമ്മൾ തമാശ രീതി പറയുന്നത്, ചിരിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അതിന് വലിയ തെറിയർത്ഥം ഒന്നും വരുന്നില്ല. അയാളെ തെറി വിളിക്കുകയല്ല ചെയ്തത്. അതിനകത്ത് ഈ മരുന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ഞാനതൊരു മുടിയേ എന്ന് വിളിച്ച പോലെ കണ്ടാൽ മതി. അല്ല അവിടെ വഴക്കില്ല, അയാളോട് ദേഷ്യം ഉണ്ടാകുന്നതുകൊണ്ട് വിളിക്കുന്നതല്ല, അല്ല അങ്ങനെ പറയുന്നതല്ല. വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും തെറി വിളിച്ച പോലെ തോന്നുന്നു. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഈ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടുകാരെ തമ്മിൽ അയ്യോ ഇതൊക്കെ എന്ത്. നമ്മൾ ഈ മധ്യ തിരുവിതാംകൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ കൂട്ടുകാർ വിളിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും അല്ല. അപ്പോൾ ചിലർ വന്നിട്ട് ഭയങ്കര അങ്ങ് വിഷമമായിപ്പോയി. ബാക്കി എന്ത് കണ്ടാലും വിഷമമില്ല. അയാളെ കള്ളക്കേസ് കൊടുക്കുന്നതിന് വിഷമമില്ല. അയാളുടെ പടം വെച്ചിട്ട് പീഡനം നടന്നു, കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വാർത്തകൾ അടിച്ചു വിട്ടപ്പോൾ ഒരു വിഷമവും. അതൊക്കെ സംശയമാണ്, അത് നടക്കുമോ ഇല്ലയോ? ഒരിക്കലും നടക്കത്തില്ലെന്ന് കാണുമ്പോഴേ ഞാൻ പറയും. പക്ഷേ ഈ പറഞ്ഞവരാരും അന്നൊന്നും ഇടപെട്ട് കാണത്തില്ല, എനിക്കറിയാതെ. ഇതൊക്കെ കാണുമ്പോൾ എന്തിനും പറയുമ്പോൾ ഇവിടെ കേരളത്തിലങ്ങ് ഭയങ്കര എന്തോ സംഭവമാണെന്ന് പറഞ്ഞാൽ സ്വന്തം കണ്ണി പൊടിയിടുന്ന ടൈപ്പ് ആൾക്കാരെ ഇവിടെ ഉള്ളത്. ഈ നാട്ടിൽ പ്രവർത്തികൾ കൊണ്ട് തന്നെ ബുദ്ധിമുട്ട് നിൽക്കുക. ഓരോരുത്തന്മാർ കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികൾ. ഈ വിഷയമായിട്ട് ബന്ധമില്ല, എന്നാലും ഞാൻ പൊതുവെ അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കംഫർട്ട് ഇതെങ്ങനെ മനസ്സിലാവും ഒരാളുടെ? ആദ്യം നമ്മൾ കംഫർട്ടബിൾ ആകാൻ പഠിക്കണ്ടേ? അല്ലാതെ എങ്ങനെയാണ് വേറെ ഈ എമ്പതി എന്ന് പറയുന്ന സാധനം വർക്കാവുന്നില്ലെന്നേ. പലർക്കും അത് മനസ്സിലാകത്തില്ല. സ്വന്തം വീട്ടിൽ സ്വന്തം കാര്യം ആ സമയത്ത് മാത്രമേ നമ്മളത് ചിന്തിക്കത്തുള്ളൂ. എനിക്കെന്തിനും പറ്റുമോ, എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് എന്തിനും പറ്റുന്ന മാത്രമാണ് എൻ്റെ പ്രശ്നം. ഈ തൊട്ടപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കാണാതായെന്ന് പറഞ്ഞാൽ അയ്യോ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കാണിക്കും ചെന്നിട്ട്. അല്ല എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാലും ചുമ്മാ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിപ്പോയി. അതല്ലല്ലോ നമ്മൾ നമ്മുടെ വീട്ടിൽ നടന്നാൽ ചെയ്യുന്നത്.
അതിന്റെ ഒരു മൊത്തം ചെയ്യണ്ട. ഇപ്പൊ ഇവിടെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന ഒരാൾ വയ്യാതിരുന്നു, ഉടനെ അയാളുടെ മുഴുവൻ ചെലവ് നടത്തി അയാളുടെ കൂടെ ആശുപത്രി പോയി കുത്തിയിരുന്നു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൊക്കെ ചെയ്യാൻ പണിയില്ലേ, ഇതെല്ലാം കൂടെ ചെയ്യാൻ നീ ആരാടാ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതല്ല, അതിന്റെ ഒരു ചെറിയൊരു ശതമാനം അവർക്ക് അവരുടെ ബുദ്ധിമുട്ട്, അവർക്കൊരു എന്താ പറയാ, അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു ഇടപാട് വരുമ്പോൾ ആ ഭാഗം മാത്രം ഒന്ന് കൈകാര്യം ചെയ്യാൻ പോലും ആരും ശ്രമിക്കാറൊന്നുമില്ല ഇവിടെ. അപ്പൊ അങ്ങനെയുള്ളൊരു അതിന്റെ ഏറ്റവും ലൈറ്റ് വെർഷനാണ് നമ്മൾ ഈ കാണുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇവരുടെ ബാക്കി അങ്ങോട്ട് മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ അവർ പല സ്ഥലത്തും ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നവരൊക്കെ ആയിരിക്കും. കാരണം അവർ ആ കംഫർട്ട് പഠിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ഇടപാട് അവർക്ക് അറിയത്തില്ല, അവർക്ക് ശ്രദ്ധിക്കത്തു പോലും ഇല്ല. രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടില്ല, മനസ്സിലായോ? ഇത് കയറി ഇരിക്കണമെന്ന് അവർക്കും പറയാൻ പറ്റത്തില്ല, മറ്റേ ആൾക്കും പറയാൻ പറ്റത്തില്ല. അവരത് ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് അറിയത്തില്ല. എളുപ്പമായില്ലേ കാര്യങ്ങൾ? അതാണ് എല്ലായിടത്തും കാണുന്നത് ഇവിടെ.